ഇലാഹിയത്ത് എന്നാൽ എന്താണ് എന്നിട്ട് ബാക്കിയുള്ളത്. അതുപോലെ ഓരോന്നും പഠിക്കുമ്പോൾ നിരീശ്വരവാദം പഠിക്കുമ്പോൾ നിരീശ്വരവാദം എന്നാൽ എന്താകുന്നു, യുക്തിവാദം പഠിക്കുമ്പോൾ യുക്തിവാദം എന്നാൽ എന്താണ്, ലിബറലിസം എന്നാൽ എന്താണ്, ഇങ്ങനെ ഓരോ സാധനവും എന്താണ് എന്നാണ് ആദ്യം പഠിക്കേണ്ടത്. നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഇല്ല എന്ന വാദമാണ് നിരീശ്വരവാദം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇലാഹിയത്ത്, അള്ളാഹു ഉണ്ട് എന്ന വാദമാണ് ഇലാഹിയത്ത് എന്ന് പറയുന്നത്. അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? അള്ളാഹു വാജിബാണ്, ഉണ്ടാകൽ വാജിബായതിനാൽ ഉണ്ട്. അള്ളാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖ്. ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ ഈ കാര്യങ്ങളാണ്. ഒന്ന് അള്ളാഹു മൗജൂദുൻ, രണ്ട് ഖദീമുൻ ബാഖി, അത് രണ്ടും കൂടി ഒന്നാണ്. മൂന്നാമത്തേത് മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖ്, ഇത് ഒന്നുമാണ്. അങ്ങനെ നാലെന്നും വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മൂന്നെന്നും പറയാം. ഖദീമും ബാക്കിയും കൂടി ഒന്നാക്കിയിട്ടും പറയാം, വേറാക്കിയിട്ടും പറയാം.